അപ്പം നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ സംസ്കൃതം ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭാഗഃ 1. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അധോദിത്തേഭ്യഃ ഗണേഭ്യഃ ഭിന്നാർത്ഥകം ഗണം ചിത്വാ ലിഖത്. അപ്പോ ഇത് നമ്മൾ പഠിച്ച ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നേരത്തെ പഠിച്ചത്. എന്താ? താഴെ തന്നിരിക്കുന്ന ഗണങ്ങളിൽ നിന്ന് ഭിന്നാർത്ഥകം വ്യത്യസ്തമായ അർത്ഥം തരുന്ന ആ ഗണം, ആ കൂട്ടം ഏതാണ് എന്നെടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? കോകിലഹ മയൂരഹ. കോകിലഹ എന്ന് വെച്ചാൽ കുയിൽ. കുയിലിന്റെ അർത്ഥം മയൂരഹ, മയിൽ. മയിൽ എന്നാണോ? അല്ല. അപ്പോ ആൻസർ വന്നിട്ട് കോകിലഹ മയൂരഹ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ബാക്കി നോക്കിക്കേ. രജനി എന്ന് പറഞ്ഞ രാത്രി തന്നെയാണ്. രജനിയും രാത്രിയുടെ പര്യായപദങ്ങളാണ്. അടുത്ത് ശൈവലിനി നദി. ശൈവലിനി എന്ന് പറഞ്ഞാൽ നദി എന്ന് തന്നെയാണ്. കനകം സ്വർണ്ണ. അപ്പൊ അത് രണ്ടും സമാന പദമാണ്. അപ്പൊ അവിടുത്തെ ആൻസർ, ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ കോകിലഹ മയൂരഹ എന്നുള്ളതാണ് വിഭിന്ന അർത്ഥം തരുന്ന ഗണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അധോദത്ത പട്ടികാം പഠിത്വ ഉചിത രൂപേണ യുക്തം ഗണം ചിത്വാ ലിഖത്. അപ്പോ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അത് പഠിച്ചിട്ട് എന്താ ഉചിതമായ ഗണത്തിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഉചിത രൂപം യുക്തം ഗണം ചിത്വാ ലിഖത്. അപ്പൊ ചേരുംപടി ചേർത്ത് എഴുതാനാണ്. ഒന്നാമത് എന്താ? നിജന്തം. നിജന്തം നമ്മൾ ഇന്ന് രാവിലെ കൂടെ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. എന്താണ്? നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം അല്ലെ. അപ്പോ നമ്മളല്ല, നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഏതാ നിജന്തത്തിന് വരുന്നത്? ശ്രാവയതി എന്നെഴുതാം അല്ലെ. ശ്രാവയതി എന്ന് വെച്ചാൽ കേൾപ്പിക്കുന്നു. അപ്പൊ കേൾപ്പിക്കുന്നു, ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, അല്ലാതെ അത് കേൾപ്പിക്കുന്നു. അപ്പോ നിജന്തം ശ്രാവയതി. അപ്പോ ഒന്ന് ആ എഴുതാം. ഓക്കെ, ഒന്ന് ആ വരുന്ന ഓപ്ഷൻ ഖായാണ്. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഖാ എന്നുള്ളതാണ്. അടുത്ത രണ്ട് ക്രീഡതി. ക്രീഡതി എന്ന് വെച്ചാൽ കളിക്കുന്നു. കളിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ക്രിയാപദമാണ്. ഓക്കെ, അപ്പോ രണ്ട് ഇ എന്നെഴുതാം. അടുത്ത മൂന്ന് നാമപദം. നാമപദമാണ് വസുധ. വസുധ ഭൂമി എന്ന് പറയുന്ന ഒരു നാമപദമാണ്. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ള ആൻസർ ഖ. ഒന്ന് ആ, രണ്ട് ഇ, മൂന്ന് ആ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പ്രസ്താവനാദ്വയം പഠത് ഉചിതം ഉത്തരം ലിഖത്. അപ്പൊ അവിടെ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അതനുസരിച്ച് താഴത്തെ ഓപ്ഷനിൽ നിന്ന് ശരിയായിട്ട് എഴുതാനാണ്. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന എന്താ? ജനാഹ ആകാശവാണി ദ്വാര വാർത്താഹ ശൃണ്വന്തി. ഓക്കെ, അപ്പൊ ജനങ്ങള് ആകാശവാണിയിലൂടെ വാർത്ത കേൾക്കുന്നു. അത് ശരിയല്ലേ? നമ്മൾ ആകാശവാണിയിലൂടെ വാർത്ത കേൾക്കാറുണ്ട്. അപ്പൊ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ സാധുവാണ്, ശരിയാണ്. ഇനി രണ്ടാമത് സ്റ്റേറ്റ്മെന്റ്. ആകാശവാണി ദൃശ്യമാധ്യമം ഭവതി. ആകാശവാണി എന്ന് പറയുന്ന ഒരു ദൃശ്യമാധ്യമമാണ്. എന്ന് വെച്ചാൽ ദൃശ്യമാധ്യമം എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്ന കാര്യമാണെന്ന്. അതായത് നമുക്ക് ആകാശവാണിയിലൂടെ TV കാണുന്ന പോലെ കാണാൻ പറ്റുന്നു. അത് ശരിയാണോ? ഇല്ല. ആകാശവാണി റേഡിയോ ആണ്, അത് നമുക്ക് കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ അസാധുവാണ്. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ അവിടെ തിരഞ്ഞെടുക്കാം? ഒന്ന് സാധു, രണ്ട് അസാധു വരുന്നത് അത് എവിടെയാണ്? അതും ആൻസർ ഏതാണ്? ഖ. ഒന്ന് സാധു, രണ്ട് അസാധു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ഛാത്രാഹ സസ്യരോപണേ ഉത്സുകാഹ ഭവന്തി അത്ര കഹ മനോഭാവഃ ഇതി ലിഖത. ഓക്കെ, എന്ന് വെച്ചാൽ ഛാത്രാഹ കുട്ടികള് സസ്യരോപണേ ഉത്സുകാഹ ഭവന്തി എന്ന് വെച്ചാൽ കുട്ടികള് ചെടി നടുന്നതിൽ താല്പര്യമുള്ളവരാണ് എന്ന് പറയുന്ന ഈ സെന്റൻസിൽ ഉള്ള മനോഭാവം, ഇതിൽ പ്രതിഫലിക്കുന്ന മനോഭാവം എന്തെന്നാണ് ചോദ്യം. അപ്പൊ എന്താണ്? കുട്ടികള് ചെടികൾ നടുന്നതിൽ ഭയങ്കര താല്പര്യമുള്ളവരാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? വിസ്മയമാണോ? അത്ഭുതം കാണിക്കുന്നതാണോ? അല്ല. ഓപ്ഷൻ ബി അസഹിഷ്ണുതയാണോ? അല്ല. ഗ പ്രകൃതി സ്നേഹ. പ്രകൃതി സ്നേഹം അല്ലേ ചെടികൾ നടുന്നത്? അപ്പോ ശരിയായിട്ടുള്ള ഉത്തരം ഗ പ്രകൃതി സ്നേഹ. ഓക്കെ, ഇനി അടുത്ത ഭാഗം 2 പോവാ. അധോദത്തം പദ്യഭാഗം പഠിത്വ 5 to 6 പ്രശ്നയോഹ ഉത്തരേ ലിഖത്. അപ്പൊ അവിടെ ഒരു പദ്യഭാഗം തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, അതില് ആ പദ്യഭാഗം വായിച്ചിട്ട് 5ന്റെ 6ന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാനാണ് പറയുന്നത്. എന്താ? ശ്യാമപയോധോ മുക്തക നീരേ രവനിം തോഷേതി. ശ്യാമപയോധോ എന്ന് വെച്ചാൽ, ശ്യാമ എന്ന് വെച്ചാൽ കറുത്ത, പയോധഹ എന്ന് വെച്ചാൽ മേഘം, കറുത്ത മേഘം. മുക്തക നീരേ എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികൾ പൊഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജലം, മഴത്തുള്ളികൾ പൊഴിച്ചുകൊണ്ട്. വനിം എന്ന് വെച്ചാൽ വനം, വനത്തെ അല്ലെങ്കിൽ കാടിനെ. തോഷേതി എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കുന്നു എന്നാണ്. ഓക്കെ, അടുത്തെന്താണ്? പങ്കില പാദോ എന്ന് വെച്ചാൽ ചെളി പുരണ്ട പാദം.
ചെളി പുരണ്ട കാലുകൾ, ചെളി പുരണ്ട കാലുകൾ ഉള്ളവൻ, അതായത് നമ്മൾ ചാപ്റ്റർ പഠിച്ചു കർഷകനെയാണ് ഉദ്ദേശിക്കുന്നത്. നാഗസമാനം, നാഗസമാനം എന്ന് വെച്ചാൽ സ്വർഗത്തിന് തുല്യം. കുരുതേ ഗ്രാമമമും, അപ്പോൾ എന്താണ് കുരുതേ എന്ന് വെച്ചാൽ മാറ്റുന്നു അല്ലെങ്കിൽ ആക്കുന്നു. ഗ്രാമം അമുമം എന്ന് വെച്ചാല് ഈ ഗ്രാമത്തെ. അപ്പോ കർഷകൻ, ചെളി പുരണ്ട പാദങ്ങളുള്ള കർഷകൻ നമ്മുടെ ഈ ഭൂമിയെ എന്താണ് സ്വർഗതുല്യമാക്കുന്നു എന്നാണ്, ഈ ഗ്രാമത്തെ സ്വർഗതുല്യമാക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അതിന് ക്വസ്റ്റ്യൻ. കർഷക ഗ്രാമം സമൃദ്ധം കരോതി, കർഷകൻ ഗ്രാമത്തെ സമൃദ്ധമാക്കുന്നു. ഇതി ആശയയുക്തം കവിതാ പങ്ക്തിം ചിത്വാ ലിഖിത. അപ്പോ കർഷകൻ ഗ്രാമത്തെ സമൃദ്ധമാക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം തരുന്ന കവിതാ വരികൾ എടുത്തെഴുതാനാണ്. അത് നമുക്ക് ഏതെഴുതിയാൽ മതി? ലാസ്റ്റ് കിടക്കുന്ന ഞാൻ പറഞ്ഞു, ആ ചെളിപുരണ്ട കാലുകൾ കൊണ്ട് അല്ലെ. അപ്പൊ അതാണ് പങ്കിലപാദോ നാഗസമാനം കുരുതേ ഗ്രാമമമും. അപ്പൊ അത് ആ 2 വരിയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. നിർദ്ദേശാനുസാരം ഉത്തരം ലിഖതു. അപ്പൊ നിർദ്ദേശത്തിനനുസരിച്ച് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? പദ്യാദേകം ക്രിയാപദം ചിത്വാ ലിഖത്. ക്രിയാപദം ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ് ക്രിയാപദം. ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം അതെന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ 2 ഉണ്ട്, ഏത് വേണോ എഴുതാം. തോഷേതി എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുന്നു, അത് അല്ലെ. പിന്നെ അല്ലാതെ കുരുതേ ആക്കി മാറ്റുന്നു. കർഷകൻ നമ്മുടെ ഗ്രാമത്തെ സ്വർഗതുല്യമാക്കി മാറ്റുന്നു, അതൊരു പ്രവൃത്തിയാണ്. അപ്പൊ കുരുതേന്നോ അല്ലെങ്കിൽ തോഷേതിന്നോ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മേഘ ഇത്യർത്ഥ പ്രയുക്തം പദം കിം. അപ്പൊ മേഘം എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മേഘ എന്ന അർത്ഥം വരുന്ന ഏതാണ്? മേഘ എന്താ? ശ്യാമ പയോദോ, അതില് പയോദഹ എഴുതാം അല്ലെ. ശ്യാമ എന്ന് വെച്ചാൽ കറുത്ത, പയോദഹ എന്ന് വെച്ചാൽ മേഘ. അപ്പൊ പയോദഹ എഴുതാം. ഓക്കെ, അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. ഗദ്യഭാഗം പഠിത്വ സംഭാഷണാംശാൻ പൂരയത്. അപ്പൊ ഗദ്യഭാഗം അവിടെ ഒരു ഗദ്യഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അവിടെ തന്നിട്ടുള്ള താഴെയുള്ള ഒരു സംഭാഷണം തന്നിട്ടുണ്ട്, അത് പൂർത്തിയാക്കാനാണ് ചോദിക്കുന്നത്. എന്താ ആ ഗദ്യാംശം എന്ന് നോക്കാം. ഓക്കെ, വിദ്യാലയസ്യ ക്രീഡാങ്കണേ കേചൻ ഛാത്രാഹ കന്തുകേൻ ക്രീഡന്തി. അപ്പോ വിദ്യാലയത്തിന്റെ അങ്കണത്തില് ഗ്രൗണ്ടില് കുറച്ച് കുട്ടികള് ബോൾ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. തദ്ദൃഷ്ടു, അത് കണ്ടിട്ട് തേഷാം കായിക അധ്യാപക അപൃച്ഛത്. അപ്പൊ അത് കണ്ടിട്ട് അവരുടെ കായിക അധ്യാപിക ചോദിക്കുവാണ്, എന്താണ്? ഫവന്തഹ കിം കുർവന്തി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന്. അപ്പോ ഏകഹ അവദത്. അപ്പൊ ഒരാൾ മറുപടി പറയാണ്, വയം പാദകന്തുക ക്രീഡാം കുർമഹ. അപ്പൊ നമ്മള് ഫുട്ബോൾ കളിക്കുകയാണ് എന്ന് പറയുന്നു. അധ്യാപക അവദത്. അപ്പൊ അധ്യാപകൻ ചോദിച്ചു, പാദകന്തുക ക്രീഡായാം ഏകസ്മിൻ സംഖ്യ കതി ക്രീഡകാഹ ഭവന്തി. അപ്പൊ പറയാണ്, ആ ഫുട്ബോൾ എന്ന് പറയുന്ന ഈ കളിയില് ഒരു സംഘത്തിൽ, അതിന്റെ ഒരു സംഘത്തിൽ എത്ര കളിക്കാരുണ്ട് എന്ന് ചോദിച്ചു. അപ്പോ ഏകാദശ ബാലഹ അവദത്. അപ്പൊ ഒരു ബാലൻ പറയുവാണ്, എന്താണ് ഏകാദശ, അതായത് 11 എന്ന് പറഞ്ഞു. ഭവതു സമ്യക് ക്രീഡന്തു ഇതി യുക്ത്വ അധ്യാപക അഗച്ഛത്. അപ്പൊ എന്താ പറഞ്ഞു? ശരി, നന്നായി കളിക്കൂ എന്ന് പറഞ്ഞ് അധ്യാപകൻ പോയി എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം. ഓക്കെ, അപ്പൊ അധ്യാപക, അപ്പൊ എന്താ ഇനിയാണ് നമ്മള് സംഭാഷണം കംപ്ലീറ്റ് ചെയ്യേണ്ട. അപ്പൊ അധ്യാപക ചോദിക്കാൻ, ഹേ ബാലാഹ ഭവന്തഹ കിം കുർവന്തി എന്ന അല്ലേ, ഹേ കുട്ടികളെ നിങ്ങൾ എന്താണ് കളിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഛാത്ര എന്താ പറയും? നമ്മള് ഫുട്ബോൾ കളിക്കുന്നു എന്നല്ലേ. അപ്പൊ അവിടെ നിന്ന് ആ ലൈനിൽ അവിടെ ഉണ്ട് ഏകഹാവത് വയം. അപ്പൊ അതൊന്നും വേണ്ട, പറഞ്ഞത് മാത്രം മതി. അപ്പൊ ആൻസർ എന്തെഴുതാം? വയം പാദകന്തുക ക്രീഡാം കുർമഹ. അത് അവിടെ നിന്ന് എഴുതുക. ഓക്കെ, അടുത്തെന്തെഴുതാം? അപ്പൊ അധ്യാപക ചോദിക്കുവാണ്, എന്താ ഏകസ്മിൻ സംഖ്യ കതി ക്രീഡകാഹ ഭവന്തി. ഒരു ഫുട്ബോൾ സംഘത്തില് ഒരു ഫുട്ബോൾ കളിക്കുന്ന അതിൽ എത്ര അംഗങ്ങളുണ്ട് ഒരു ടീമില് എന്ന് ചോദിച്ചു. അപ്പൊ ഛാത്ര പറയാ എന്താണ്? ഏകാദശ. ഓക്കെ, അപ്പൊ അതും അവിടെ കൊടുത്തിട്ടുണ്ട്, അതെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അധ്യാപക ഭവതു ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. ഓക്കെ, അപ്പൊ അത്രയും എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് സംഖ്യ അക്ഷരേഖ ലിഖത. അപ്പൊ അവിടെ കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്, അക്ഷരത്തിൽ എഴുതാനാണ്. ഇതും നമ്മൾ പറഞ്ഞതാണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഇത് പഠിക്കണം. ഇതിലുള്ള ഏകദേശം എല്ലാം പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതുപോലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ സംഖ്യാം അക്ഷരേഖ ലിഖതു, അതാണ് സംഖ്യ എത്രയാ? 52 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം 2 ഇങ്ങറ്റത്തുനിന്ന് പോകും. അപ്പൊ 2ന് നമ്മൾ അല്ലെങ്കിൽ ദ്വി. അപ്പൊ എന്താണ്? 50 എന്താണ്? പഞ്ചശത്. ഓക്കെ, അപ്പോ ദ്വിപഞ്ചശത് എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത 373. അതിനെ ഞാൻ പറഞ്ഞു, രാവിലെയും കൂടെ പറഞ്ഞതാണ്. 73 സ്പ്ലിറ്റ് ചെയ്ത് എഴുതിട്ട് അത് കഴിഞ്ഞ് 300 അവസാനം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? 3ന് 3 സപ്തത്യധിക 300 300. ഇതൊക്കെ ഞാൻ ഈ ആക്ടിവിറ്റി ക്ലാസ് പഠിപ്പിച്ചപ്പോൾ ആ വീഡിയോസ് ഉണ്ട്, അതിനകത്ത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ, അത് അറിയാത്തവർ അതെടുത്ത് നോക്കുക. ഓക്കെ, ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, യഥാ തഥാ ഉപയുജ്യ വാക്യം പരിവർത്തനം. അപ്പൊ യഥാ തഥാ എന്ന് എഴുതിയിട്ട് ഉപയോഗിച്ചിട്ട് വാക്യം പൂരിപ്പിക്കാനാണ്. യഥാ എന്ന് വെച്ചാൽ എപ്പോഴാണോ, അത് തഥാ അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ്? മേഘഹ ഗർജതി, മേഘം ഗർജിക്കുന്നു, മയൂരഹ നൃത്യതി. അതായത് മേഘം ഗർജിക്കുന്നു വെച്ചാൽ ഇടിവെട്ടുന്നു. അപ്പൊ മഴ വരാൻ പോവാണ്. അപ്പൊ മയൂരഹ നൃത്യതി, മയൂരഹ മയില് നൃത്തം ചെയ്യുന്നു എന്നാണ്. അപ്പൊ എന്ത് പറയാം നമുക്ക്? യഥാ, ഇതും പഠിപ്പിച്ചപ്പോൾ ആ ചാപ്റ്ററിൽ പഠിച്ചതാണ്, പറഞ്ഞതാണ്, ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ എന്താ? യഥാ മേഘഹ ഗർജതി, എപ്പോഴാണ് മേഘം ഗർജിക്കുന്നത്, ആ വര അങ്ങ് മാറ്റിയിട്ട് എങ്ങനെ എഴുതും? തഥാ മയൂരഹ നൃത്യതി, അപ്പോ മയിൽ നൃത്തം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ 1. അപ്പോൾ ഈ 10ാമത്തെ ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ ആണ്. 1, 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഞാനിപ്പോ 2ഉം പറയുന്നുണ്ട്. ഓക്കെ, 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഉദാഹരണാനുസാരം ലകാരം പരിവർത്തയ ലിഖത്. ഓക്കെ, അപ്പൊ ഉദാഹരണത്തിനനുസരിച്ച് ലകാരത്തിനെ പരിവർത്തനം ചെയ്ത് എഴുതാനാണ് പറയുന്നത്, ലകാരം മാറ്റി എഴുതാൻ. ഓക്കെ, ഒന്നെന്താ? റസിയ കവിതാം പഠതി. അപ്പൊ റസിയ കവിതാം പഠതി, അവിടെ ശ്രദ്ധിച്ചോ, അവിടെ എന്താ മാറ്റം വന്നത്? റസിയ അതുപോലെയുണ്ട്, പക്ഷെ അടുത്ത് കവിതാം നോക്കിക്കേ, ആ മുകളിലുള്ള അമ്മടളം കവിതാം അതെന്തായിട്ട് മാറി? മായും അതിന്റെ താഴെയും ഒരു ഇത്. ഓക്കെ, കവിതാം ആയിട്ട് മാറി, മായു എഴുതിയിട്ടുണ്ട്. ഓക്കെ, കവിതാം. പിന്നെ പഠതി എന്തായി? അപഠത് എന്നായി. ഓക്കെ, അതായത് വർത്തമാന കാലത്തെ ഭൂതകാലത്തിലോട്ട് മാറ്റുവാണ്. ഓക്കെ, അപ്പോ റസിയ കവിതാം അപഠത് എന്നായി. അപ്പോ അതിന് ആ പഠതി മാറി, അതിന്റെ ഫ്രണ്ടിലൊരു ആ വരുന്നുണ്ട്, പിന്നെ പഠതി മാറി പഠത്, അപഠത് എന്നായി. ഓക്കെ, അപ്പൊ അടുത്ത ബാക്കി എങ്ങനെ എഴുതും? ദീപിക കഥാം വദതി. അപ്പൊ ദീപിക അതുപോലെ എഴുതുക. കഥാമിന്റെ അവിടെ നിങ്ങൾ എന്താ? കഥാ മായിട്ടിട്ട് മാ എഴുതുക. ഓക്കെ, കഥാം വദതി എന്തായിട്ട് മാറും? അവദത് എന്നായി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ധനേശഹ. അപ്പൊ ധനേശഹ ചിത്രം പശ്യതി. അപ്പൊ ഇവിടെ എല്ലാം പഠിക്കുന്നു, എന്താ പറയുന്നു, കാണുന്നു എന്നൊക്കെയാണ്. അപ്പൊ കണ്ടു, അത് കഴിഞ്ഞ കാര്യമാണ്, അപ്പുറത്തോട്ട് എഴുതുന്നത്. അപ്പൊ എങ്ങനെ എഴുതും? ധനേശഹ ചിത്രം അപശ്യത് എന്ന് പറഞ്ഞ് എഴുതും. ധനേഷ് ചിത്രം കണ്ടു എന്നുള്ളത്. ഓക്കെ, പ്രസന്റ് ടെൻസിനെ പാസ്റ്റ് ടെൻസിലോട്ട് ആക്കിയതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അല്ലെങ്കിൽ ഇതല്ല, അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏതാ? ഉദാഹരണാനുസാരം വാക്യം പരിവർത്തയത് എന്നാണ് ക്വസ്റ്റ്യൻ. ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്. സരിത ഗ്രാമം ഗച്ഛതി. അപ്പൊ ഇത് കർത്തരി കർമ്മണി പ്രയോഗമാണ് അല്ലെ. കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇന്ന് രാവിലെയും കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സബ്ജക്റ്റിന്. കർമ്മണി പ്രയോഗം എന്ന് വെച്ചാൽ കർമ്മത്തിന്, അവർ ചെയ്യുന്ന കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ കർത്തരി എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ, സരിത ഗ്രാമം ഗച്ഛതി. അപ്പൊ അവിടെ സരിതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. അപ്പൊ സരിത ഗ്രാമത്തിൽ പോയി എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? അപ്പോ കർമ്മണി വരുമ്പോ ഗ്രാമത്തിൽ പോകപ്പെട്ടു, ആ ചെയ്യുന്ന കാര്യത്തിന്. അപ്പൊ സരിതയാ ഗ്രാമഹ ഗമ്യതേ, സരിതയാൽ ഗ്രാമത്തിൽ പോകപ്പെട്ടു എന്നാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വനിതാ ഗുരും നമതി. വനിത ഗുരുവിനെ നമിക്കുന്നു. അപ്പൊ വനിതയ്ക്കാണ് അവിടെ പ്രാധാന്യം. അപ്പൊ ഇനി അടുത്തെന്താ? കർമ്മണിയിൽ എഴുതുമ്പോ കർമ്മത്തിനാണ്. അപ്പൊ ഗുരുവിനെ നമിച്ചു, അതാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പൊ വനിതയാൽ ഗുരു നമിക്കപ്പെട്ടു. അപ്പൊ വനിതയാ ഗുരുഹു എന്താ? നമ്യതേ എന്നാവും. കർമ്മത്തിനാണ് പ്രധാനം. അപ്പൊ ഗുരും മാറി ഗുരുഹു ആവും, നമതി മാറി നമ്യതയാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഉദാഹരണാനുസാരം സംയുക്ത പദം വാക്യാൽ സ്വീകൃത്യ പദച്ഛേദം ലിഖത്. ഓക്കെ, അപ്പോ അവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ആ ഉദാഹരണത്തിനനുസരിച്ച് അതുപോലെയുള്ള വാക്ക്, അങ്ങനെയുള്ള സംയുക്ത പദം ആ മുകളിൽ തന്നിരിക്കുന്ന ആ ഒരു 2 സെന്റൻസുകളിൽ നിന്ന് എടുത്ത് എഴുതി പിരിച്ചെഴുതാനാണ് പറയുന്നത്, ഉദാഹരണം പോലെ. അപ്പൊ ഒന്നാമത് എന്താ? നമുക്ക് അവിടെ തന്നിരിക്കുന്ന എന്താ? ഭാരതരാഷ്ട്രമിതം വിവിധൈഹ കലാരൂപൈഹ സമ്പന്നം ഭവതി. ഭാരതരാഷ്ട്രം എന്ന് പറയുന്ന പല കലാരൂപങ്ങളാൽ സമ്പന്നമാണ്. കലാരൂപാണ്യേതാനി ജനാനാം ആഹ്ലാദദായകാനി മനോരഞ്ജകാനി ച ഭവതി. അപ്പൊ ഈ കലാരൂപങ്ങൾ എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് ആഹ്ലാദദായകവും മനോഹാരിതയും നൽകുന്നതാണ് എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഉദാഹരണം എന്താണ്? രാജ്യമിതം. അപ്പം രാജ്യം അധികം ഇതമാണ് രാജ്യമിതം. അപ്പൊ നിങ്ങൾ ഇതേപോലത്തെ രാജ്യമിതം ഇതുപോലെ ഒരേപോലെ ഈ ഒരു സമാന രീതിയിലുള്ള പദം അവിടെ ഉണ്ടോ നോക്കിക്കേ. മിതത്തിൽ അവസാനിക്കുന്ന ഫസ്റ്റ് കിടക്കുന്ന വാക്ക് ഭാരതരാഷ്ട്രമിതം അല്ലെ. രണ്ടും പറയാൻ ഒരുപോലെ അല്ലേ? രാജ്യമിതം ഭാരതരാഷ്ട്രമിതം. അപ്പൊ അതെടുക്കുക. അപ്പൊ എങ്ങനെ എഴുതും? അപ്പോൾ രാജ്യമിതം, രാജ്യം അധികം ഇതമായിരുന്നു. അപ്പൊ നമുക്കെങ്ങനെ ഭാരതരാഷ്ട്രമിതം എഴുതാം? ഭാരതരാഷ്ട്രം പ്ലസ് ഇതം എന്ന് എഴുതാം.
ഓക്കെ, ഇനി അടുത്ത ഉദാഹരണം ചിത്രാണ്യേതാനി. ചിത്രാണ്യേതാനി എന്ന് പറയുമ്പോൾ ചിത്രാണി അധികം ഏതാനി. അപ്പോൾ ഈ ചിത്രാണ്യേതാനി അതുപോലെ അവസാനിക്കുന്ന വേറെ ഏതുണ്ട് അവിടെ നോക്കിക്കേ, കലാരൂപാണ്യേതാനി എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ കൊടുപ്പുണ്ട്. ഓക്കെ, അപ്പൊ അതെടുക്കാം. കലാരൂപാണ്യേതാനി അതിന്റെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട. ആ വാക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് എങ്ങനെ എഴുതും? കലാരൂപാണ്യേതാനി, കലാരൂപാണി അധികം ഏതാനി എന്നെഴുതിയ ആൻസർ ആയി. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, അധോദത്ത വാക്യാൽ ത്വാന്ത ലബന്ധ തുമുന്നന്ത പദാനി ചിത്വാ ലിഖത്. ഓക്കെ, അപ്പോ ഇവിടെയും ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അതിന് ത്വാന്തം ലബന്ധം തുമുന്നന്തം നമ്മൾ ഇന്ന് രാവിലെയും കൂടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ ത്വാന്തം എന്ന് പറഞ്ഞാൽ ഒരു വ്യഞ്ജന അക്ഷരത്തിന്റെ പകുതിയും പിന്നെ വായിൽ അവസാനിക്കും. ലബന്ധം എന്ന് പറയുമ്പോൾ എന്താണ്? വേറെ അക്ഷരത്തിന്റെ പകുതിയും പിന്നെ യായിൽ അവസാനിക്കും. തുമ്മുന്നെന്തോന്ന് വെച്ചാൽ തുമ്മിൽ അവസാനിക്കും, അല്ലെങ്കിൽ വേറൊരു അക്ഷരത്തിന് എന്നുള്ളൊരർത്ഥം തരും. അതിന്റെ അവസാനം എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ഷർമിള വിദേശാത് ആഗത്യ. അപ്പൊ ഷർമിള വിദേശാത് ആഗത്യ. അപ്പൊ ആഗത്യ എന്ന് പറയുന്ന വാക്ക് നോക്കിക്കേ, തായുടെ പകുതിയും യായിൽ അവസാനിച്ചു. അപ്പൊ അതെന്താണ്? ലബന്ധമാണ്. അപ്പൊ അവിടെ ആഗത്യ എന്നുള്ള വാക്കെടുത്ത് ആ ലബന്ധത്തിന്റെ നേർക്കെഴുതുക. പിന്നെ വയനാട് ദേശം ഗത്വ. ഗത്വ പോയിട്ട്, അപ്പൊ ഗത്വ തായുടെ പകുതിയും വായിൽ അവസാനിച്ചു. അപ്പൊ അതെന്താണ്? ത്വാന്തമാണ്. അപ്പൊ ഗത്വ എന്നുള്ളത് അവിടെ എടുത്തെഴുതുക. ഇനി എന്താ? ത്വാന്തത്തിന്റെ ഫസ്റ്റ് എടുത്തെഴുതുക. പിന്നെ ഗദ്ദിക കലാരൂപം ദൃഷ്ടും. കണ്ടോ? തുമുന്നന്തമാണത്, ഉമ്മിൽ അവസാനിച്ചപ്പോ ദൃഷ്ടും എന്നുള്ളത് തുമുന്നന്തത്തിന്റെ നേർക്ക് എഴുതുക. അപ്പോൾ ആൻസറായി ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ഏകം പദം ചിത്വാലിക്കത്. അവിടെ ഒരു ബോക്സിനകത്ത് പദം തന്നിട്ടുണ്ട്. ഇത് വിഗ്രഹിച്ച് എഴുതിയിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഏകപദം ഒറ്റ പദമാക്കി എഴുതാനാണ്. പർവ്വതേശു രാജ. എന്താണ്? പർവ്വതരാജ അല്ലെ? അപ്പോ അത് നമുക്ക് അവിടെ നിന്ന് ആ കോളത്തിന് പർവ്വതരാജ എന്ന് എടുത്തെഴുതാം. അടുത്തെന്താണ്? സീമായാഹ അതീതം. അതിരുകൾക്കപ്പുറം എന്നുള്ള, അപ്പൊ സീമാതീതം എന്നുള്ളത് ആ പേരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുണ്ട്. അത് എളുപ്പമാണ്. ഓക്കെ, അടുത്ത് ജലസ്യ ഉപപ്ലവഹ എന്ന് വെച്ചാൽ എന്താണ്? വെള്ളപ്പൊക്കം. ജലം ഇങ്ങനെ കയറുന്നു. അപ്പൊ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ജലോപപ്ലവഹ എന്ന് പറഞ്ഞ ആ വാർത്തയൊക്കെ പഠിച്ചപ്പോ അവിടെ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്ത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു മലയാളത്തിൽ എന്തായാലും ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടാവും എന്ന് പറഞ്ഞു. എന്താണ്? പ്രാദേശിക ഭാഷയാ വിവർത്തൻ. അതായത് നമ്മുടെ പ്രാദേശിക ഭാഷയിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അവിടെ എന്താണ്? ഓട്ടൻ തുള്ളൽ കേരളസ്യ പരമ്പരാഗതം കലാരൂപം ഭവതി. അപ്പോ ഓട്ടൻ തുള്ളലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓട്ടൻ തുള്ളൽ കേരളത്തിന്റെ ഒരു പരമ്പരാഗത കലാരൂപമാണ്. അസ്യ കലാരൂപസ്യ ഉപജ്ഞാത കുഞ്ചൻ നമ്പ്യാർ ഭവതി. ഈ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ സൃഷ്ടാവ് എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ ആണ്. അസ്യാം കലായാം ഹാസ്യരസസ്യ പ്രാധാന്യം അസ്തി. അപ്പോ ഈ കലയില് ഹാസ്യരസത്തിന് പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ഹാസ്യരസത്തിനാണ് പ്രാധാന്യം ഉള്ളത് എന്നെഴുതാം. പുരാണ കഥാഹ ആശ്രിത്യ തുള്ളൽ ഗീതാനി രചിതാനി. അപ്പോൾ പുരാണ കഥയെ ആശ്രയിച്ചാണ് തുള്ളൽ പാട്ടുകൾ രചിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് 15ാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ അത് ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. 1, 2 രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കഥാസ്തംഭം ക്രമീകൃത. ഓക്കെ, അപ്പൊ കുറച്ച് കഥയുടെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ശരിയായി ക്രമപ്പെടുത്താനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതേതാണ്? ഇതാ നോക്കിക്കേ. 1 ക എന്ന് പറഞ്ഞിട്ട് ഗർവിഷ്ഠ മയൂരഹ സദാ സർവാൻ പരിഹസതി സ്മ. ഓക്കെ, അപ്പൊ അഹങ്കാരിയായ മയിൽ സദാ എപ്പോഴും എല്ലാവരെയും സർവാൻ പരിഹസതി സ്മ എല്ലാവരെയും പരിഹസിക്കുമായിരുന്നു എന്ന്. അപ്പൊ നമുക്ക് കഥ കിട്ടി ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അടുത്ത് ഖ പറയുന്നുണ്ട് അന്യേ ജന്തവഹ മയൂരം സമാശ്വാസിതവന്തഹ. അപ്പോ ബാക്കിയുള്ള മൃഗങ്ങള് മയിലിനെ സമാധാനിപ്പിക്കുന്നു. ഈ കഥ നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ? മയിലിന്റെ കൂട് തകർന്നു പോകുന്നു. അപ്പൊ ഇത് അവസാനമാണ് അവർ ആശ്വസിപ്പിക്കുന്നത്. അപ്പോ ഏത്? ഖ അവസാനത്തോട്ടാണ്. ഓക്കെ, ഇനി ഗ മാനവഹ മയൂരസ്യ നീടം നാശേതി സ്മ. അപ്പോ മനുഷ്യര് മയിലിന്റെ കൂട് നശിപ്പിച്ചിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോ അടുത്തത് ഖ വനേ കച്ചന മയൂരഹ ആസീത്. ഓക്കെ, കാട്ടിലൊരു മയിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ അതായിരിക്കും ഫസ്റ്റ് വരുന്നത് അല്ലെ? അപ്പോ ഒന്നാമത്തത് ആ ഖ എന്ന് പറയുന്ന അതാണ് ഫസ്റ്റ് എടുത്ത് എഴുതേണ്ടത്. വനേ കച്ചന മയൂരഹ ആസീത്. വനത്തില് ഒരു മയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ മയിലിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതാണ് മുകളിലത്തെ. അപ്പൊ രണ്ടാമത് ഏതെഴുതണം? ക എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എടുത്തെഴുതേണ്ടത്. എന്താ? ഗർവിഷ്ഠ മയൂരഹ സദാ സർവാൻ പരിഹസതി സ്മ. ഗർവിഷ്ഠനായ ഈ അഹങ്കാരിയായ മയില് എപ്പോഴും എല്ലാവരെയും പരിഹസിക്കുമായിരുന്നു. അടുത്ത 3 എന്തെഴുതും? അപ്പോഴാണ് മനുഷ്യര് കൂട് നശിപ്പിച്ചത് അല്ലെ? അപ്പോ ഗ മാനവഹ മയൂരസ്യ നീടം നാശേതി സ്മ. അപ്പൊ മനുഷ്യര് ആ മയൂരിന്റെ
കൂടിനെ നശിപ്പിച്ചു. അപ്പൊ നാലാമത്തെ ഏതെഴുതും? ഖ. അന്യേ ജന്തവഹ മയൂരം സമാശ്വാസിതവന്തഃ. അപ്പോൾ എന്താ അവസാനം എന്താണ്? ബാക്കിയുള്ള മൃഗങ്ങള് മയിലിനെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ 4 ഖ. ഓക്കെ, അതാണ് ഓർഡർ എഴുതേണ്ടത്. അപ്പം നിങ്ങൾ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് കിട്ടും. ഇനി ഇതെല്ലാം അറിയത്തില്ല, അടുത്തതാണെങ്കിൽ നോക്കാം. എന്താ? അധോദത്താം കവിതാ പങ്ക്തിം പഠിത്വ പ്രശ്നാം ഉത്തരാണി ലിഖത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഒരു കവിതാ ഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഏതാണ്? നമ്മൾ പഠിച്ച പാഠം തന്നെയാണിത് അല്ലെ? അപ്പൊ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? എന്താ? കർഷണ ഭൂമി കാഞ്ചന ചേലാം. കർഷണ ഭൂമി എന്ന് വെച്ചാൽ ആ ഉഴുതുമറിച്ച ആ കൃഷിഭൂമിയില് കാഞ്ചന ചേലാം എന്ന് വെച്ചാൽ സ്വർണ്ണ വസ്ത്രത്തെ വയതേ ദീപപതിഹി. അപ്പോ നെയ്യുന്നു, സ്വർണ്ണ വസ്ത്രത്തെ നെയ്യുന്നു. ആര്? ദീപപതിഹി എന്ന് വെച്ചാൽ സൂര്യൻ നെയ്യുന്നു. സൗരഭവാഹോ എന്ന് വെച്ചാൽ സുഗന്ധം പരത്തിക്കൊണ്ട് പോകുന്നതാണ് കാറ്റ്. ഓക്കെ, അപ്പോ കാറ്റ് മാധവമാല്യം. അപ്പോ എന്താ? വസന്തകാലത്തിലെ ആ പൂമാലയെ ധരണീം എന്ന് വെച്ചാൽ അതായത് ഭൂമിയെ ധാരേതി അണിയിക്കുന്നു. അപ്പോൾ ആ പൂമാല കൊണ്ട് ഭൂമിയെ അണിയിക്കുന്നു എന്നാണ്. ആര്? കാറ്റ് എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം, അതിന്റെ ആൻസർ എന്താന്ന് പറയാം. സൗരഭവാഹ കാം മാധവമാല്യം ധാരേതി. അപ്പോ സൗരഭവാഹ അതായത് കാറ്റ് ആരെയാണ് മാല എണീച്ച് എന്താണ് അലങ്കരിക്കുന്നത്? ആരെയാണ് അലങ്കരിക്കുന്നത്? നമ്മളെ ഭൂമിയെ അല്ലെ? അപ്പൊ നമുക്ക് ധരണീം എന്ന് പറയാം, ഭൂമിയെ എന്ന് പറയാം. പദ്യാത് സൂര്യ ഇത്യർത്ഥകം പദം ചിത്വാ ലിഖത്. അപ്പൊ ഈ പദ്യത്തിൽ നിന്ന് സൂര്യൻ എന്ന് പറയുന്ന ആ വാക്കിന് സമാനമായിട്ട് വേറെ പര്യായ പദം എടുത്തെഴുതാനാണ് പറയുന്നത്. സൂര്യന് ഞാൻ നേരത്തെ പറഞ്ഞു ദീപപതിഹി, അതാണ് സൂര്യൻ എന്നുള്ളതിന് പകരം പദം. ഓക്കെ, അപ്പോൾ ദീപപതിഹി എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പദ്യേ പ്രയുക്തം നിജന്തം പദം കിം. നിജന്തം പദം ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ അതേതാണ്? ധാരേതി, അലങ്കരിക്കുന്നു. അപ്പൊ ധാരേതിയാണ് അവിടെ വരുന്നത്. ഇനി അടുത്ത് ഖ. സൗരഭം വഹതി യഹ സഹ ഇത്യസ്യ ഏകപദം ലിഖത്. അപ്പൊ സൗരഭം വഹതി യഹ സഹ, സൗരഭ്യം വഹിക്കുന്നത് ആരാണ്? സൗരഭ വാഹ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അപ്പോ അവിടെ ആ കവിതയിൽ ഉണ്ട് സൗരഭ്യം വഹിക്കുന്നത് സൗരഭ വാഹ. വിഗ്രഹിച്ച് എഴുതുമ്പോൾ നമ്മൾ പഠിച്ചതായിരുന്നു. ഓക്കെ, ഇനി അടുത്ത് 16ാമത്തെ ക്വസ്റ്റ്യൻ. സൂചനാനുസാരം ഗ്രാമം അധികൃത്യ ലഘു ഉപന്യാസം ലിഖത്. അപ്പൊ സൂചനയ്ക്കനുസരിച്ച് ഗ്രാമത്തെ കുറിച്ച് ഒരു ലഘു ഉപന്യാസം എഴുതാനാണ് പറയുന്നത്. 4 മാർക്കിന്റെ ആണ്. അപ്പൊ ഞാനിവിടെ ഒരു ചെറുതാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ 4 മാർക്കിന് കുറച്ചുകൂടെ വലുതാക്കിയൊക്കെ എഴുതാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്? ഗ്രാമസ്യനാം, നിങ്ങളുടെ ഗ്രാമത്തിന്റെ പേര് എഴുതണം. കേദാരാഹ, തെങ്ങുകളെ കുറിച്ച് എഴുതണം. ഉദ്യാനം എന്താണ്? ഗാർഡനെ കുറിച്ച് എഴുതണം. നദിയെ കുറിച്ച്, കൃഷിക്കാരെ കുറിച്ച്, എത്രമാത്രം സമ്പന്നമാണ് അതൊക്കെ എഴുതണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എന്റെ ഗ്രാമത്തെ കുറിച്ച് എഴുതും, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തെ കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ എഴുതാം. 4 മാർക്കിനാണ്. അപ്പൊ ഒരു 5 സെന്റൻസ് ഒക്കെ എഴുതാം. ഓക്കെ, 5-6 സെന്റൻസ് എഴുതാം. മമ ഗ്രാമസ്യ നാം ചെമ്പൂർ ഗ്രാമഹ ഇതി. അപ്പോ എന്റെ ഗ്രാമത്തിന്റെ പേര് ചെമ്പൂർ ഗ്രാമം എന്നാണ്. അത്ര രമണീയാഹ കേദാരാഹ സുന്ദരാണി ഉദ്യാനാനി ച സന്ധ്യ. അപ്പൊ ഉദ്യാനത്തെ ചേർക്കാനും കേദാരത്തെ ചേർക്കാനും എഴുതുവാണ്. ഓക്കെ, അപ്പൊ അത്ര രമണീയാഹ കേദാരാഹ, അപ്പൊ അവിടെ നല്ല രമണീയമായ കേദാരം തെങ്ങുകളും എന്താണ് സുന്ദരാണി ഉദ്യാനാനി ച സന്ധ്യ, സുന്ദരമായ പൂന്തോട്ടങ്ങളും ഉണ്ട്. ഗ്രാമസ്യ സമീപേ, ഗ്രാമത്തിന്റെ അടുത്ത് ഏക നിർമ്മലാ നദി പ്രവഹതി, ഗ്രാമത്തിനടുത്ത് ഒരു നിർമ്മലമായ ശുദ്ധമായ തെളിഞ്ഞ വെള്ളത്തോടെയുള്ള ഒരു നദി ഒഴുകുന്നുണ്ട്. അപ്പൊ നദിയുമായി. ഇനി കൃഷിക്കാരെ കുറിച്ച് അപ്പൊ എങ്ങനെ എഴുതാം? അത്ര ബഹവഹ കൃഷകാഹ വസന്തി, അവിടെ ധാരാളം കൃഷിക്കാർ താമസിക്കുന്നുണ്ട് എന്ന് പറയാം അല്ലെ. എന്നിട്ട് എന്താ? തേ പരിശ്രമേണ കൃഷിം കുർവന്തി, അപ്പോ അവര് പരിശ്രമിച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. മമ ഗ്രാമഹ സാർ, അടുത്ത് സമ്പന്നം എന്ന് പറയാം. എങ്ങനെ എഴുതാം? മമ ഗ്രാമഹ സർവദൈവ സമൃദ്ധ ഭവതി, അപ്പൊ സമ്പന്നമാണെന്നുള്ളത് അർത്ഥവും അവിടെ എത്തി. അപ്പൊ എന്റെ ഗ്രാമം എല്ലാം കൊണ്ടും സമർത്ഥമാണ് അല്ലെങ്കിൽ സമ്പന്നമാണ് എന്ന് അവിടെ എഴുതി ഫലിപ്പിക്കാം. ഓക്കെ, അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇല്ല, ഇനി ഇത് എഴുതാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? സംസ്കൃതോത്സവ ഇതി ശീർഷക വാർത്താം രചയത്. ഓക്കെ, അപ്പോ ഞാനിത് പഠിപ്പിച്ചതാണ്. നിങ്ങൾ ആ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പത്രവാർത്ത അല്ലെ, സംസ്കൃതോത്സവത്തെ കുറിച്ച് എന്താണ് ആ ഒരു ശീർഷകത്തിൽ വാർത്ത എഴുതാനാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ആ വീഡിയോയിൽ ഞാൻ ഇതിന്റെ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതേണ്ട സ്ഥാനം, വിദ്യാലയസ്യ നാമം എഴുതണം, ദിനാങ്കം, ഉദ്ഘാടനം ഇതൊക്കെ എഴുതണം. മത്സരങ്ങള് അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം എഴുതാൻ. ഓക്കെ, ഇനി അടുത്ത് 17ാമത്തെ ക്വസ്റ്റ്യൻ. അധോദത്താനി ക്രിയാപദാനി ഉപയോഗിച്ച വാക്യാനി രചയിത. അപ്പൊ താഴെ തന്നിരിക്കുന്ന ക്രിയാപദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാക്യങ്ങൾ രചിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? അവിടെ കുറച്ച് ക്രിയാപദങ്ങൾ തന്നിട്ടുണ്ട്. പിബതി കുടിക്കുന്നു എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, പിബതി കുടിക്കുന്നു എന്നാണ്. അപ്പൊ എന്തെഴുതാം നമുക്ക്? ബാലകഹ ദുഗ്ധം പിബതി എന്ന് വെച്ചാൽ ആൺകുട്ടി
പാൽ കുടിക്കുന്നു എന്ന് എഴുതാം അല്ലേ. പരിഹസതി, പരിഹസതിക്ക് എന്താണ്, പരിഹസിക്കുന്നു എന്നാണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം, മയൂരഹ അന്യാൻ പരിഹസതി. അപ്പോൾ മയില് മറ്റുള്ളവരെ പരിഹസിക്കുന്നു എന്നാണ്. നാശേതി, നാശേതി എന്ന് വെച്ചാൽ നശിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ മാനവഹ പ്രകൃതിം നാശേതി, മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്ന് എഴുതാം. ഇനി സഞ്ചരതി, സഞ്ചരതി എന്ന് വെച്ചാൽ സഞ്ചരിക്കുന്നു. അപ്പൊ എങ്ങനെ എഴുതാം, ഗജഹ വനേ സഞ്ചരതി, ആന കാട്ടിൽ സഞ്ചരിക്കുന്നു എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് എഴുതാൻ അറിയാത്തവർക്കായിട്ട് അഥവാ എന്ന് പറഞ്ഞ് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അടുത്തതാണ്, അത് നമുക്ക് നോക്കാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അധോദത്താനി വാക്യാനി പഠിത്വ ഉചിതം അനുചിതം ഇതി പട്ടികാം ലിഖത്. അപ്പോൾ അധോദത്താനി വാക്യാനി, താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ വായിച്ചിട്ട് ഉചിതം അനുചിതം ഇതി പട്ടിക, ഉചിതമാണോ അനുചിതം, ഉചിതം എന്ന് വെച്ചാൽ ശരിയായത്, അനുചിതം എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റായ ഉചിതമല്ലാത്ത പ്രവൃത്തികൾ എന്നുള്ളത്. അപ്പൊ അങ്ങനെ 2 കോളമായിട്ട്, അവിടെ താഴെ ഒരു കോളം തന്നിട്ടുണ്ട്, അതിൽ 2 കോളമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഉചിതം ശരിയായത്, മറ്റേതെന്താണ് അനുചിതം തെറ്റായത് അല്ലെങ്കിൽ ശരിയല്ലാത്തത്, ഉചിതമല്ലാത്ത പ്രവൃത്തികൾ എന്നിങ്ങനെ 2 കോളത്തിലാക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നോക്കാം, അവിടെ എന്താണ് ഒന്നാമത്തത്, പ്ലാസ്റ്റിക് വസ്തുനാം ജ്വാലനം. അപ്പൊ പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കുന്നത് ശരിയായ പ്രവൃത്തിയാണോ, അല്ല. അപ്പോ അനുചിതം. അപ്പോൾ ആ അനുചിതം എന്ന് പറയുന്ന കോളത്തിലാണ് അത് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് വിഷവായുനാം നിയന്ത്രണം ആവശ്യകം. അപ്പൊ വിഷവാതകങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുന്നത് എന്താണ്, ശരിയായ ഒരു കാര്യമല്ല, ഉചിതത്തിലാണ്. അപ്പോൾ എവിടെ എഴുതും, ഉചിതത്തിനകത്താണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ശരിയായ ഒരു പ്രവൃത്തിയാണ്. ഇനി അടുത്ത് പർവ്വതാനാം അനിയന്ത്രിതം ഖനനം. പർവ്വതങ്ങളെ അനിയന്ത്രിതമായി ഖനനം ചെയ്യുന്നത് അല്ലെങ്കിൽ പർവ്വതങ്ങൾ പൊട്ടിച്ച് നശിപ്പിക്കുന്നത്. അപ്പോൾ അതെന്താണ്, അത് അനുചിതം ശരിയല്ലാത്ത പ്രവൃത്തിയാണ്. അപ്പോൾ അത് അനുചിതം എന്ന കോളത്തിലാണ് അത് എഴുതേണ്ടത്. ഇനി സൗരോർജ പരിയോജനാനാം പ്രോത്സാഹനം. അപ്പോൾ അതിന് മുന്നേ ആ പർവ്വതാനാം അനിയന്ത്രിതം ഖനനം അവിടെ ഓൾറെഡി നമുക്ക് കോളത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് സൗരോർജ പരിയോജനാനാം പ്രോത്സാഹനം, അതും ഉചിതത്തിനകത്താണ് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ സൗരോർജ പരിയോജനാനാം പ്രോത്സാഹനം എന്ന് വെച്ചാൽ സൗരോർജത്തെ ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്ന്. അപ്പോൾ അത് ഉചിതമായിട്ടുള്ള കോളത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ജലമലിനീകരണം. ജലമലിനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിയായിട്ടുള്ള കാര്യമാണോ, അല്ല. അപ്പോൾ അത് അനുചിതം എന്ന് പറയുന്ന കോളത്തിലാണ് കൊടുക്കേണ്ടത്. ജലം മലിനമാക്കാൻ പാടില്ല. അപ്പോൾ ജലമലിനീകരണം എന്ന് പറഞ്ഞാൽ അനുചിതം എന്ന് പറയുന്ന കോളത്തിൽ എഴുതണം. ഇനി അവസാനത്ത് വൃക്ഷപരിപാലനം. വൃക്ഷങ്ങളെ പരിപാലിക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ ശരിയായതാണ്. അപ്പോൾ ഉചിതം എന്ന കോളത്തിലാണ് വൃക്ഷപരിപാലനം വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്ന് കഴിഞ്ഞ 8ാം ക്ലാസ്സിലെ സംസ്കൃതം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ. എല്ലാ ചോദ്യങ്ങളും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. പിന്നെ ഈ 8ാം ക്ലാസ്സിലെ ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇതിനോടൊപ്പം തന്നെ അടുത്തുള്ള ദിവസങ്ങളിൽ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ അതുവരയ്ക്കും ദിസ് ഈസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്.